നമസ്കാരം. ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രന് പി.വി. അൻവറുമായി സഹകരിക്കാൻ താൽപര്യമില്ല. കഴിഞ്ഞ ദിവസം രാജേന്ദ്രന് സി.പി.എമ്മിൽ അംഗത്വം പുതുക്കാമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇനിയും സി.പി.എമ്മിൽ രാജേന്ദ്രൻ അംഗത്വം പുതുക്കുന്നില്ല. അതിനിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി രാജേന്ദ്രൻ ചർച്ചയും നടത്തി. അംബേദ്കറിന്റെ ആശയങ്ങളുമായി ദേശീയ തലത്തിൽ ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യൻ അത്താവാലയുമായി സഹകരിക്കാനാണ് സാധ്യത തേടുന്നത്. ഇടുക്കിയുടെ സമഗ്ര വികസനമെന്ന ഉറപ്പ് ലഭിച്ചാൽ ദേശീയ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടിയായ RPIയിൽ രാജേന്ദ്രൻ ചേർന്നേക്കും. കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലയാണ് പാർട്ടിയുടെ ദേശീയ നേതാവ്. RPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി RC രാജീവുമായിട്ടായിരുന്നു രാജേന്ദ്രന്റെ പ്രാഥമിക ചർച്ച. RPI നേതാക്കളായ സുധീഷ് നായർ, ജയകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു കൂടിക്കാഴ്ച. ഇടുക്കിയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അംബേദ്കർ ആശയം ഉയർത്തിപ്പിടിക്കാനാണ് രാജേന്ദ്രന്റെ ആലോചന. എസ് രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നത് തള്ളാതെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പ്രതികരിക്കുമ്പോൾ CPM വാതിൽ തുറന്നിടുകയായിരുന്നു. രാജേന്ദ്രൻ പാർട്ടിയെയും പാർട്ടി രാജേന്ദ്രനെയും തള്ളി പറഞ്ഞിട്ടില്ല. മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യം രാജേന്ദ്രനോട് സംസാരിച്ചിട്ടുണ്ടെന്നും CV വർഗീസ് പറഞ്ഞു. എന്നാൽ ഈ ഓഫർ രാജേന്ദ്രന് താല്പര്യമില്ല തന്നെ. MM മണിയോട് അടുക്കാൻ താല്പര്യമില്ല. ഇതിനൊപ്പം CPMലെ മറ്റ് രണ്ടുപേരുമായും അകൽച്ചയുണ്ട്. അതുകൊണ്ടാണ് രാജേന്ദ്രൻ മറ്റ് രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നത്. BJP നേതാക്കളുമായി രാജേന്ദ്രന് അടുത്ത ബന്ധമുണ്ട്. ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പോലും പ്രധാനപ്പെട്ട സുഹൃത്തായാണ് രാജേന്ദ്രനെ പരിഗണിക്കുന്നത്. എന്നാൽ BJPയിലേക്ക് നേരിട്ട് പോകാൻ രാജേന്ദ്രന് താല്പര്യക്കുറവുണ്ട്. ഇതിനിടെയാണ് RPIയുമായുള്ള ചർച്ചാ വിവരം പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയിൽ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് RPI. കേന്ദ്ര മന്ത്രി പദമുള്ളതിനാൽ അത്താവാലയ്ക്ക് കരുത്തുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഈ പാർട്ടിയെക്കുറിച്ച് ആലോചന നടക്കുന്നത്. തിരുവനന്തപുരത്ത് RPI സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി പ്രാഥമിക ചർച്ചയാണ് നടന്നത്. അത്താവാലയെ ചർച്ചയുടെ വിശദാംശങ്ങൾ രാജീവ് അറിയിക്കും. രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച രാജീവ് സമ്മതിക്കുകയും ചെയ്തു. ഇടുക്കിയുടെ സമഗ്ര വികസനം എന്ന അജണ്ടയാണ് രാജേന്ദ്രൻ RPIക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. അടുത്ത ഘട്ട ചർച്ചകൾ ശുഭകരമായാൽ കേന്ദ്രമന്ത്രി അത്താവാലയെ രാജേന്ദ്രൻ കാണും. ഇതിനിടെയാണ് CPM വീണ്ടും രാജേന്ദ്രനെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത്. രാജേന്ദ്രൻ പാർട്ടിയെ തള്ളിപ്പറയാത്തത് പാർട്ടിയോട് താല്പര്യമുള്ളതുകൊണ്ടാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി വർഗീസ് പറയുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് രാജേന്ദ്രൻ ചെയ്യേണ്ടതാണെന്നും അംഗത്വം പുതുക്കിയാലേ ചുമതലയും ഘടകവും തീരുമാനിക്കുകയുള്ളൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത്. RPIയുടെ മലയാളിയായ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോൻ പറഞ്ഞിട്ടാണ് കേരള ഘടകം രാജേന്ദ്രനുമായി ചർച്ച നടത്തിയത്. പൊതുപരിപാടിയിൽ മുൻ MLA എന്ന നിലയിൽ AK മണിയുടെ പേര് വെച്ചാൽ S രാജേന്ദ്രന്റെ പേരും വെക്കണം. അത് പ്രോട്ടോകോളാണ്. പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ പേരിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അതിൽ പരാതി നൽകേണ്ടത് രാജേന്ദ്രനാണെന്നും വർഗീസ് കൂട്ടിച്ചേർത്തു. അതേസമയം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കാരണമായവർ ഇപ്പോഴും നേതൃസ്ഥാനത്തുണ്ടെന്നും അവർ അവിടെ ഇരിക്കുന്നിടത്തോളം ഭീതിയോടെ കഴിയേണ്ടി വരുമെന്നും S രാജേന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തു. ഇതിൽ CPMനൊപ്പം ചേരില്ലെന്ന സന്ദേശമാണ് വിലയിരുത്തൽ. കുറച്ചു ദിവസം മുമ്പ് PV അൻവർ MLAയുമായി കൂടിക്കാഴ്ച നടത്തിയതായി രാജേന്ദ്രൻ സമ്മതിച്ചിരുന്നു. പ്രോട്ടോകോൾ പാലിക്കാതെ 4 വർഷമായി തന്നെ സർക്കാർ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടെന്നും പറഞ്ഞു അദ്ദേഹം. അൻവറുമായുള്ള കൂടിക്കാഴ്ച യാദൃശ്ചികമായാണ് സംഭവിച്ചത്. യാത്രക്കിടയിൽ കട്ടപ്പനയിൽ വെച്ചാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് അൻവർ നടത്തുന്ന ജനകീയ യാത്രയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിപ്പാണുള്ളത്. സമരം തികച്ചും ന്യായമാണ്. അൻവറുമായി സംസാരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേരുമെന്ന അർത്ഥമില്ല. അൻവർ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കണമോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നും രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല, അതുകൊണ്ട് താൻ പാർട്ടിക്ക് എതിരാണെന്ന അർത്ഥമില്ല. രണ്ട് നീതി പാർട്ടിയിൽ പാടില്ല. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും ഇത്തരത്തിൽ നിലപാട് എടുത്തുവെന്ന് കരുതുന്നില്ലെന്നും രാജേന്ദ്രൻ വിശദീകരിച്ചിരുന്നു. താൻ ജില്ലാ കമ്മിറ്റി അംഗവും MLAയും ആയിരുന്ന സമയത്ത് ചില നേതാക്കൾക്കെതിരെ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ല. സർക്കാർ പരിപാടികളിൽ പ്രോട്ടോകോൾ പാലിക്കാതെ 4 വർഷമായി തന്നെ ഒഴിവാക്കുകയാണ്. മുൻ MLA എന്ന നിലയിൽ കോൺഗ്രസ് നേതാവ് AK മണിയെ പരിപാടികൾക്ക് ക്ഷണിക്കുന്നുണ്ട്. ചില നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെ ഒഴിവാക്കുകയാണെന്നും രാജേന്ദ്രൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇടുക്കിയിൽ നിർണായക നീക്കവുമായി PV അൻവർ MLA എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞയാഴ്ച വാർത്ത എത്തിയത്. ദേവികുളം മുൻ MLA S രാജേന്ദ്രനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നും ഇടതു വിമതരെ ഒപ്പം ചേർക്കാൻ ലക്ഷ്യമിട്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അതായത് DMKയ്ക്ക്
ഇടുക്കിയിൽ അനൌദ്യോഗിക ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചുവെന്നും വാർത്ത വന്നു. എന്നാൽ അൻവറിനോട് രാജേന്ദ്രന് അത്ര താല്പര്യമില്ലെന്നാണ് പുറത്തുവരുന്ന വിലയിരുത്തലുകൾ. നന്ദി.